വീട്ടിൽ പോലും പോകാൻ പറ്റില്ല. അതിനാ നടന്നു പോകണ്ടേ? ആ നടന്ന് വണ്ടിക്ക് പോവാ. നമ്മളെ കൊണ്ട് പറ്റുമോ? അതിനാ പറ്റിയല്ലാതെ? അതിനാ പറ്റിയല്ലാതെ? അതെല്ലാം ഓരോ സ്ഥലത്തും ഇരിക്കുക. അതെല്ലാം എടുത്ത് നമ്മൾ ഉണ്ടാക്കി പെറുക്കി വരുമ്പോഴത്തേന് ആ സമയം അങ്ങ് പോവുകയും ചെയ്യും. അത് അവിടെ പോകാൻ പറ്റുമോ? എന്നാ കൊണ്ടുപോകാനാട്ടാ? അങ്ങനെയെല്ലാം പോയത്. എന്നതാ എല്ലാവരും ഉണ്ടാക്കിയതൊന്നും ഒത്തില്ല, പോയില്ല, കൊണ്ടുപോയില്ല. വന്ന പിള്ളേർ പോലും അതുങ്ങൾക്ക് പോലും എടുത്തോണ്ട് പോകാൻ പറ്റിയില്ല. എന്നാ ഈ ഓരോ സാധനങ്ങൾ ഈ പള്ളിയിൽ നിന്നൊക്കെ ഈ രൂപങ്ങളും ഇതൊക്കെ ഓരോന്നും വെച്ചിട്ടില്ലേ പള്ളിയിലൊക്കെ നേർച്ചയായിട്ട്. രൂപക്കൂടാണോ? രൂപക്കൂടാണോ? ആ എല്ലാ കൂടല്ല, എല്ലാ കൂട്ടവും. അതിനൊക്കെ ഇപ്പം മാതാവിന്റെ രൂപമൊക്കെ ഇരിക്കണല്ലേ, അതുപോലെയൊക്കെ. ഇതുപോലെയാ? പിന്നെ വേറെ ഫ്രെയിമാ? തരത്തിലുള്ളതും ഫ്രെയിമുകളാ? അതിനാ കാണിക്കാനാ? എന്നാ കാണിക്കാനാ? അതൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ പിന്നെ അത് അലങ്കരിക്കല്ലേ, അലങ്കരിച്ച് പ്രാർത്ഥിക്കല്ലേ. അത് പെരുന്നാളിനാ? അതിനായിട്ടുള്ള. അത് പെരുന്നാളിനല്ലേ, ഇപ്പോഴല്ലോ. ഇപ്പോഴല്ലോ, പെരുന്നാളിനല്ലേ? പെരുന്നാളിനല്ലേ അതൊക്കെ ചെയ്യുന്നേ? തിരുനാളിന്. തിരുനാളോ? തിരുനാളെന്നാ? തിരുനാൾ ഡിസംബറിലല്ലേ? ഡിസംബറില്. തിരുനാളോ? പുത്തമ്പരിയോ? ഡിസംബറില്. ഡിസംബറിലാ? എന്നാ തിരുനാള് ഇവിടുത്തെ അല്ലേ? നേരത്തെ അതൊക്കെ ചെയ്യണ്ടേ, ഇപ്പോഴല്ലോ. അല്ല, 4 ആഴ്ച മുമ്പ് പോലെ ഇപ്പോഴത്തെ ഓരോ സാധനം നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചോണ്ട് ഓരോരുത്തരും വരുമ്പോൾ കൊടുക്കണം. അപ്പോഴൊന്നും മേടിക്കാൻ പറ്റും. എന്നാതിനായിരിക്കും ഇത് മേടിക്കാൻ വേണ്ടിയാ? പൈസയും തന്നേച്ച് മേടിച്ചോണ്ട് പോകും. തിന്നാനുള്ളതാണ് അത് തിന്നാൻ, അല്ലാത്തതാണെങ്കിൽ കൊണ്ടുപോയാൽ. ആരാ വരുന്നേ? ആരാ വരുന്നേ ഇത് കൊണ്ടുപോകാനായിട്ട്? ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ളവർക്ക്. ഞങ്ങളെപ്പോലെയുള്ളവർ ഇതിന് വരുമോ? എവിടെ പള്ളിയിൽ നിന്ന് തന്നെ? അവരൊക്കെ എങ്ങനെ വരുകയും ഇതൊക്കെ പാചകം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പള്ളിയിൽ നിന്ന് വരുന്നതാണോ ഭക്ഷണങ്ങളൊക്കെ? പള്ളിയിൽ നിന്ന് വരുന്നതാണോ? പള്ളിയിൽ നിന്നോ? പള്ളിയിൽ നിന്ന് മുതലാണോ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. അതിന്റെ എങ്ങനെയാന്ന് കാശ് കൊണ്ടൊക്കെ ആണോ? അത് ഇനി പള്ളിയുടെ യന്ത്രക്കാർ ആരാണോ എന്ന് അറിയത്തില്ല. പള്ളിയിൽ പ്രധാനപ്പെട്ടവരൊക്കെ പഴയ കാലം മുതലുണ്ടല്ലോ, അവരുടെ കയ്യിലല്ല ഇതിന്റെ ഓരോ കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങളെല്ലാം അവരല്ലേ വേണ്ട നടത്താൻ. അതിനെല്ലാം പള്ളിയിൽ നിന്നുള്ള അച്ഛന്മാരും ഒക്കെ പറയല്ലാതെ ഉള്ളവരോട്. ഇനി അതുപോലെയൊക്കെയാണോന്ന് എനിക്കറിയാൻ വേണ്ടി. എനിക്ക് മനസ്സിലായില്ല ഇതെന്നാന്ന് സംഭവം. അമ്മ പറഞ്ഞത് എന്നാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. എന്നാ അമ്മ പറഞ്ഞത് ഇതേവരെ എനിക്ക് എന്നാന്ന് മനസ്സിലായില്ല. എന്നാ കൊണ്ടുപോകാൻ വരുന്ന കാര്യം, എവിടുന്ന് വരുന്നത്, ആരാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇനി പള്ളിയിൽ വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് പോകണം, ശരി. വീട്ടിലോട്ട് പോകണ കാര്യം ശരി. ഇതല്ലേ വീട്? മനുഷ്യനുണ്ടോ, വെള്ളമുണ്ടോ, ഭക്ഷണമുണ്ടോ, വിറകുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ ഇവിടെയാ? പിന്നെ എല്ലാം നമ്മൾ മേടിച്ച് പുറത്തുനിന്നെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഒപ്പിച്ചു എല്ലാം മേടിച്ച് വെച്ച് എല്ലാം അനുഭവിച്ചാൽ ഒരു സാധനം. ഇത് ഏറ്റുമാനൂരല്ലമ്മ, ഇത് ഇവിടെയാ, നമ്മുടെ നാട്ടിലാ. അടുക്കുവാ അമ്മ ഏറ്റുമാനൂര് സാബുന്റെ കൂടെ ഹോസ്റ്റലിൽ വെള്ളം പോലും കുടിക്കാനോ. അതാണ് അമ്മയുടെ ഓർമ്മയിലുള്ളതെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ പറയണത്. സാബുവിൻ്റെ കൂടെ ഏറ്റുമാനൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ക്വാർട്ടേഴ്സിൽ അമ്മ 3-4 വർഷം ഉണ്ടായിരുന്നല്ലോ. അതാണ് തോന്നുന്നു വർത്താനം കേട്ടിട്ടാണ്. ക്വാർട്ടേഴ്സിൽ വിറകൊന്നുമില്ലല്ലോ, അപ്പോൾ വിറകൊക്കെ കാശ് കൊടുത്ത് മേടിച്ച് ഇവിടെയൊക്കെ ഇട്ടും പോയാൽ പിന്നെ കണ്ടോറുകാളായിട്ട് മറ്റവർ കയറി ഇറങ്ങി ഈ ഉള്ള സാധനം എല്ലാം എടുത്ത് നശിപ്പിച്ച് കളയും. അങ്ങനെ ഒരു കാര്യമാണ്. ഉത്തരവാദിത്തത്തിന് ആളില്ലെങ്കിൽ ക്വാർട്ടേഴ്സാണ് അമ്മയുടെ പൈസ മുടക്കുള്ളതല്ലേ. അതെ അതെ, പള്ളിയുടെ മുതലൊക്കെ അതൊക്കെ അവർക്ക് പള്ളിയിലെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടും മറ്റുള്ള മച്ചർക്ക് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ മേടിച്ച് വെച്ചേക്കണല്ലേ. അതൊക്കെ തോന്നിയ പോലെ വന്ന് ചെയ്താൽ എന്നാ ചെയ്യും? നിർക്കാൻ ആരുമില്ല. ചോദിച്ച് അതിന്റെ ഉത്തരവാദിത്തമുള്ള അച്ഛന്മാരോടും ഒക്കെ ചോദിച്ച് മേടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ
കുഴപ്പമില്ല. എന്നുവെച്ചാൽ അവരുടെ ആവശ്യം കഴിയുമ്പോൾ അതുപോലെ കൊണ്ട് അവരെ ഏൽപ്പിക്കണം. അങ്ങനെയാ. ഇതിപ്പോൾ ഇതൊന്നുമില്ല. വെള്ളം ഒഴുകിയ പോലെ കിടക്കുക. അല്ല ബന്ധമില്ല കിടക്കുമല്ല. ഇത് ആരെ ഏൽപ്പിക്കണം? ഇനി ആരെ കണ്ടുപിടിക്കണത് ചെയ്യാനായിട്ട്? ആരെയാ കണ്ടുപിടിക്കേണ്ട ഇതൊക്കെ ചെയ്യിക്കാനായിട്ട്? ആരോടെ പറയാനുള്ള? അതാ ചോദിച്ചാൽ ആരോടാ പറയണേ? ഇനിയിപ്പോൾ അച്ഛന്മാരും പള്ളിയിലെ മേലെ അന്വേഷണക്കാരുണ്ടല്ലോ, അവരും അച്ഛന്മാരും കൂടി വേണം ഇനി ആലോചിച്ചിട്ടെല്ലാം ശരിയാക്കാൻ അല്ലേ, നേരെയാക്കാനാ. പറ്റിയല്ലാത്ത കാര്യങ്ങളെല്ലാം പറ്റുന്നവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള കഴിവുമെല്ലാം അവർ ഉണ്ടാക്കി കൊടുക്കണം. എന്നെങ്കിലേ പള്ളിക്ക് മാറ്റം വരുള്ളൂ. എല്ലാ പരിപാടിയും നടക്കില്ല. പള്ളിക്ക് അന്തവും ബന്ധവും ഇല്ലാതെ ഒന്നും നടക്കില്ല. തൊഴിൽ തല്ലി കിടക്കും. ഒരു കാര്യം നടക്കുകയില്ല. അത് തുറന്നല്ലേ കിടക്കണേ? കഥകൾ തുറന്നാണല്ലോ കിടക്കണേ. പള്ളിയിലൊക്കെ നമുക്ക് തോറ്റ സമയത്ത് നേർച്ച നടത്തേണ്ടത് പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ കൂടാൻ പറ്റുമോ? തുറന്നല്ലേ കിടക്കണേ? ആരുടെ വന്നിട്ടുണ്ടോ നോക്കട്ടെ. നോക്ക് വാ അമ്മ ഒന്ന്. അമ്മയിലെ സാറിന് നോക്കണം. ഒന്ന് നോക്കാരാന്ന്. അമ്മയിലെ സാറിന് ഓടി ഒന്ന് നോക്കണേ. എല്ലാവരും തട്ടി മാറ്റിയിട്ട് ഓടി ഒന്ന് നോക്കണം. അമ്മയല്ലേ? പിള്ളേരാണോ? ഇത് പിള്ളേരാണോ? നമ്മുടെ അവിടെ ചെന്നപ്പോഴില്ലേ അമ്മയുടെ വീഡിയോ കാണുന്ന ഒരു ചേച്ചീനെ കണ്ട്. എന്നിട്ട് ആ ചേച്ചി ഇല്ല, കടയിൽ ഇരുന്നവരെല്ലാം വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും. അവർക്ക് എന്നാലും നീ കാണിച്ചല്ലേ? അതല്ലെന്നേ, അത് വേറെ കിഴവള്ളിയിലെയാണോ? അല്ല ഇന്നാളെ ഞാൻ കട കാണിച്ചില്ല. അവരെ കാണിച്ചില്ലെന്നേ. എന്നിട്ട് ഈ ചേച്ചി അവരെയൊക്കെ എടുത്ത് കാണിക്കുവാന്ന്. എന്നെ കണ്ടിട്ടേ കാണിച്ചു കൊടുക്കുവാന്ന്. മക്കളും ഉണ്ടായിരുന്നു. വിവീനാൻ ഇന്നാൾ അവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. വിവാൻ ഇറങ്ങിയത് ഒരു ദിവസം അമ്മേനെ കാണാൻ വരുമെന്ന്. ഞാനോ കടയിൽ പോയതാ. എനിക്ക് പിന്നെയും തുടങ്ങിയ തലവേദന അവിടെ വരെ. അതെല്ലാവർക്കും അവർക്കൊക്കെ ക്ഷീണം. ഇപ്പൊ മൊത്തത്തിൽ ക്ഷീണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് കാലാവസ്ഥയുടെ വിഷയമുണ്ട്. എന്തൊരു അവസ്ഥ ഇത്. മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ആവി വലിച്ചിട്ട് എനിക്ക് ആശ്വാസം. ഇനിയും പോയി ആവി വലിക്കാൻ പോവാ. നമുക്കിവിടെ അത്യാവശ്യം നല്ല വെള്ളം പോലും കുടിക്കാൻ. നല്ല വെള്ളം പോലും. ആര് പറഞ്ഞ കിണറിനകത്ത് മുഴുവൻ വെള്ളമാ? ആ കിണറ്റിന് മുഴുവൻ വെള്ളമാ. അതൊക്കെ അപ്പടി പൊടി. ആര് പറഞ്ഞു? ഒരു സാധനം പോലും വീഴാത്ത രീതിയിൽ അതിനെ കെട്ടി ശരിയാക്കി അവിടെ ഇട്ടിരിക്കുന്നു. മറച്ച് വലയിട്ട് മൊത്തം കെട്ടിയിട്ട് കെട്ടിയിട്ട് അതിനകത്ത് ഒരു സാധനം വീഴിയല്ല. പള്ളിയുടെ വകയല്ല, കുതിരക്കെട്ടാൽ ഏലിക്കുട്ടിയുടെ വകയായിട്ടുള്ളതാ. എന്നതാണോ എല്ലാം പള്ളി വകയാ. ഏലിക്കുട്ടിയുടെ ഒരു കാര്യം ഇതെന്നേ പള്ളിയിലെല്ലാം അന്വേഷിക്കുകയും ഇതെന്നതാ ശുശ്രൂഷിക്കുകയും ഇത് പള്ളിയിൽ നിന്നുള്ളതാ. അത് വിവാന്റെ സാധന. അവിടെ പാത്രം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. തിന്നാൻ വേണ്ടിട്ട് പാത്രം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. തിന്നാനുള്ളതാണ് വീട്ടോട്ട് കൊണ്ടുപോകാനല്ലേ? അല്ലല്ല, തിന്നാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് തിന്നാനുള്ളതാ. എടാ പാത്രം എടുത്തോണ്ട് വാടാ. എടാ വന്നിട്ടുണ്ട്. അമ്മ ഏറ്റുവാനടുത്ത് ഏറ്റുവാനൂരിക്കുന്ന കാര്യം ഓർമ്മ തോന്നും. വെള്ളം അതില്ല ഇതില്ല. മുട്ടിച്ചോണ്ട് വാ, വത്തി എടുത്തോണ്ട് വാ. വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെയൊക്കെ മേടിച്ച് പഠിച്ചോണ്ട് അല്ല ഒരു പക്ഷെ സൂക്ഷിക്കുകയില്ല. പിന്നെ നോക്കുമ്പോ ഇല്ലാതാ. അതാണ് മസാല. ഭയങ്കര തലവേദന. ആവി വലിക്കട്ടെ. എന്നാ ഇവിടെ പരിപാടി? വീട്ടിലോട്ട് പോകും. ഏത് വീട്ടില്? എന്റെ വീട്ടിലോട്ട് പോകണം. അല്ലാതെ എവിടെയോ ഇങ്ങോട്ടാ പോകുന്നത്. ഇനി അമ്മ വീട് കാണിച്ചു തന്നാലേ ഞങ്ങൾക്ക് ഉണ്ടാൻ പറ്റുള്ളൂ. ഇനി അവിടെയൊക്കെ ചെന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പള്ളി പോകാനും ഒക്കെ ഉള്ള പള്ളി വീട്ടിൽ ചെന്നിട്ടില്ല. കുറച്ച് തീറ്റ കൊഴുത്തോ? കുറച്ച് തീറ്റയാന്നേ, കുറച്ച് തീറ്റ. നല്ലാണോ നോക്കിക്കോ. മധുരമൊന്നുമില്ല കേട്ടോ. മധുരമൊന്നുമില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോന്ന് അറിയത്തില്ല. തിന്ന് നോക്ക്. ഉപ്പ് കളിക്കുള്ളൂ. ഉപ്പ് ഉണ്ടോ? കളിക്കും. കുഴപ്പമൊന്നുമില്ല. കുറച്ചതിനൊന്നല്ല. മിക്സർ 2-3 കൂട്ടം 3-4 കൂട്ടമുണ്ട്. ഇതൊരു പരിപ്പ്. ഇതൊരു പരിപ്പ് നല്ലതാ.
പിന്നെ മറ്റേ വലിയ മധുരവും ഇല്ല, വലിയ ഉപ്പും ഇല്ല, പുളിയും ഇല്ല. ശരിയാ, രുചിയുണ്ടല്ലേ, രുചിയുണ്ട്. തിന്നാൻ നല്ലതാ. എന്നാ തിന്നോ, ഞാൻ പോവാണേ. ഡ്രസ്സൊക്കെ മാറിയിട്ടെ. വീട്ടിലോട്ട് പോവാണോ? ഞാനോ? ഇതാ എന്റെ വീട്. ഇതാണ് എന്റെ വീട്. എന്റെ വീട്. ഞങ്ങളും ഒക്കെ പോകും. അമ്മ പോവാണോ? തിന്നോ? അച്ഛനെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇതൊക്കെ വറുത്ത ഇതിനകത്ത് വെച്ചത് പാത്രം വഴി ആക്കണം. ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയല്ല. പിള്ളേർക്കാണ് ഇതിലോട്ട് മധുരം കൂടി ഇട്ട് കൊടുത്താൽ, തേങ്ങ ഇട്ട് കൊടുക്കാൻ പിള്ളേർക്ക് നല്ലതാണ്. പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കണം, രുചിയുണ്ട്, വയറിന് സുഖമാവും. വാരി തിന്നോ? കളയാ തിക്കിക്കുട്ടിയൊക്കെ വാരി കഴിച്ചോ? കഴിച്ചോളാം. ഇനി വീട്ടിലോട്ട് കൊണ്ടുവെക്കണം. വീട്ടിൽ കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിക്കാൻ തന്നാ. വീട്ടിലോട്ട് പോകാൻ വേറെ ഉണ്ട്. പിള്ളേർക്ക് കൊടുക്കണം. വീട്ടിൽ പിള്ളേർക്ക് കൊടുക്കാൻ വേറെ ഉണ്ട്. പിള്ളേരെ കാണും. പിള്ളേർ ആരൊക്കെയാ അവിടെ ഉള്ളേ? പിള്ളേർ ആരൊക്കെയാ അവിടെ ഉള്ളേ? പിള്ളേർ ആരൊക്കെയാ അവിടെ ഉള്ളതെന്ന്? ആരൊക്കെയാന്ന്? അവര് 2-3 പേരെങ്കിലും കാണും. ആരൊക്കെ? പേരില്ലേ പിള്ളേര്? അവർക്ക് പേരില്ലേ? ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പാത്രത്തിൽ എടുത്തിട്ട് വേറെ പാത്രത്തിലിട്ട് അവർക്ക് കൊടുക്കുക. അങ്ങനെയല്ലേ കൊടുക്കണം. അവർക്ക് പേരില്ലേ? പിള്ളേർക്ക് പേരില്ലേന്ന്? ഒരുത്തനവിടെ പോയി പശുവിനെ കണ്ടോ ഉമ്മ നോക്കണു, നക്കണു, പുല്ല് വാരിയിട്ട് കൊടുക്കുന്നു. എന്തൊക്കെ പരിപാടിയൊന്നും. ഞാനകത്തോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ വിട്ടു പോന്നെ കേട്ടോ. വിവാൻ അവിടെ പോയി പശുവിനെ തലോടിക്കൊണ്ടിരിക്കുമായിരുന്നു. പശുവിനെ തലോടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കല്ലേ? നമ്മളിങ്ങനെ തലോടിയല്ലേ? അത് ഇഷ്ടം കൊണ്ട്. ഇഷ്ടം സ്നേഹം ഉള്ളതുകൊണ്ടേ. ഇഷ്ടം അത് പോയി, താഴെ പോയി. അത് പോട്ടെ, അത് പോകണ്ട. വീട്ടിലോട്ട് പോവാ. വീട്ടിൽ ഇന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഇടയ്ക്ക് പള്ളിയിലും വരും. ഇടയ്ക്ക് പള്ളിയിലും വരുമോ? ഇത് കഴിച്ചു. അത് ഇതൊന്നും വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ എന്നാ പാടാന്നറിയാവോ? പിന്നെ ശകലം തീ കൂടിപ്പോയിട്ട് തീർന്നു. അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്നൊന്നിനും കൂടി പോയില്ലത്. ഉണ്ടാക്കിയിട്ടുണ്ടോ? കൂടെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോന്ന്? ഉണ്ടാക്കിയിട്ടുണ്ടോന്ന്? ആരാ? ഞാനല്ല. ഞങ്ങൾ ഇവിടെ വെച്ച് ഉണ്ടാകും. ഞങ്ങൾ വീട്ടിൽ വെച്ചത് നമുക്ക് നേരത്തെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നായിരുന്നു. അതല്ല, അല്ലെങ്കിൽ പിന്നെ പറ്റുമോ? അങ്ങനെയല്ലേ ഇതൊക്കെ പഠിച്ചത്. അത്യാവശ്യം വന്നാൽ ഓരോ കാര്യം നടത്തണം. എന്നാലേ 4 പാട് ഓരോ നടത്ത എല്ലാ കിട്ടാനും. നീ പോവുക, നീ പിള്ളേരെ വിളിച്ച് കൂട്ടി പോവുക. നീ പോയിരുന്നാ പറ്റിയല്ലേ? ഇത്ര സമയമായില്ലേ? നീ ചെന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളും പള്ളിയിൽ പോകാനുള്ളവർക്ക് പള്ളിയിൽ പോകണം. ഉറുമ്പിന്റെ ശല്യം ഭയങ്കര എവിടെയായിരുന്നു. ഒരു സാധനം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും ഉറുമ്പിന്റെ വേല, പിന്നെ അങ്ങ് നോക്കണം. മഴ അത് കഴിച്ചാൽ ഉറുമ്പ് കയറും. തിന്നാനും കൊല്ലി. അത് തിന്നാനോ? എനിക്ക് വേണ്ട. പിന്നെന്തിനാ പിടിച്ചോണ്ടിരിക്കണേ? ഞാനെന്തിനാ ചൂട് കൊണ്ടുപോയി പിള്ളേർക്ക് കൊടുക്കാൻ? പിള്ളേരൊന്നും ഇല്ല ഇവിടെ, വേറെ പിള്ളേരൊന്നും ഇല്ല. ഇവിടെ ഉള്ള പിള്ളേ അത് കൊണ്ട തന്നത്. ഇവിടെ ഉള്ള പിള്ളയാന്നേ അത് കൊണ്ട് തന്നത്. വേറെ പിള്ളയൊന്നും ഇല്ല. പിള്ളേര് വേറെ ഇല്ലെന്ന്. പോയോ? വേറെ ഇല്ലെന്നേ. വേറെ അവര് നിന്നോളും. വേറെ പിള്ളേരില്ല. പേരിക്കുട്ടി പിള്ളേ ഉള്ളു ഇവിടെ. വലിയ മുഴുപ്പുമില്ല. ഇനി അതുങ്ങളൊക്കെ വിളിച്ചോണ്ട് പോവുക.
വീട്ടിലേക്ക് ആ ഒക്കെ തുറത്ത് വെച്ചു. ഉം, ഉം. അമ്മ അത് പിള്ളേരെ കൊടുക്കാൻ വീട്ടിൽ കൊണ്ടുവരാം. അത് കഴിക്കുന്ന ലക്ഷണം ഇല്ല. അത് അത്രയും കൊടുക്കണ്ടായിരുന്നു. ഇത് വീട്ടിലാരും പെണ്ണുങ്ങളുണ്ടോ? എന്നാലും അറിയിപ്പോ. വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം അതിലേ പോയി. വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം അതിലേ പോയെന്ന്. പെണ്ണുങ്ങളെല്ലാം അതിലേ പോയെന്ന്. കൊണ്ടുപോകലായില്ലോ. എനിക്ക് ഇച്ചിരി തന്നേര്. അമ്മ എവിടെയെങ്കിലും കൊണ്ട കളയും. നീ എടുത്തിരുന്നോ? ആ മതി. തിന്നോ? അത് ഇനിയല്ലേ കൊണ്ടുപോവാ. ആർക്ക് കൊടുക്കാൻ? ആർക്ക് കൊടുക്കാനാ? അവിടെ കൊടുക്കാൻ പിള്ളേരില്ലേ? അവിടെ ഒന്നും പിള്ളേരല്ല. പിള്ളേരെല്ലാം വലുതായി പോയി. അവിടെ പോയി. വലിയ പിള്ളേരായി പോയി. അവിടെ പോയി. വലിയ പിള്ളേരായി പോയെന്നു. ഇതാ മുഴുത്തുപോയി. വലുതായി പോയെന്നു. എവിടെയാ? വലുതായി പോയെന്നു. വലുതായി. ആ കുഞ്ഞുങ്ങളൊന്നുമില്ല. അത് കുഴപ്പമില്ല. വലുതായാലും വലുതാവുമല്ലോ. ഇതൊക്കെ ചവയ്ക്കാതെ തിന്നാൻ പറ്റും. പല്ലിട്ടും പല്ല് വേണ്ട. ഇപ്പൊ ചെറുപ്പത്തിലെ പല്ലുള്ളത്. പ്രായാന്തരം പല്ലെല്ലാം പോകും. പ്രായം വരുന്നവർ പല്ലെല്ലാം പോകുന്നു. പ്രായമായൊരാരും വരുന്നല്ലോ. എനിക്ക് ഇഷ്ടമില്ല. ഞാനിഞ്ഞ് പോവുക വീട്ടിലോട്ട്. എൻ്റെ കാരണന്മാരവിടെയല്ലേ. ഇതൊക്കെ ചൊറിച്ചില്ല. ദേഹത്ത് പറ്റുമ്പോ ചൊറിച്ചില്. കളർ മാറിയോണ്ടല്ലേ? കളർ മാറിയോണ്ട് മൊത്തം ചൊറിച്ചിലാണ്. ഇതൊക്കെ അറങ്ങി അതൊക്കെ നല്ല നല്ല സോപ്പും വെള്ളമൊക്കെ ഇട്ട് കഴുകി ചൊറിച്ചിലാണത്. ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റാ. ആ അതിപ്പം കളർ മാറിയതല്ലേ? എന്നാ വലിയ കളറൊന്നുമില്ല. വെള്ളം വെച്ച് കഴുകണമെന്ന്. വേണമെങ്കിൽ വന്ന് തിന്നോ. വേണമെങ്കിൽ ഒന്ന് തിന്നോളാം. വാ വേണം. ആർക്കാ? നിനക്ക് വേണം എടുത്ത് തിന്നോ. ജോമോന് വേണം ചെയ്യും. ജോമോന് വേണോ? എനിക്ക് വേണ്ട. ഞാനിച്ച് തിന്നതല്ലേ. ഞാനിപ്പോൾ എടുത്ത് തിന്നാ. ഇന്നോ? ആ എൻ്റെ പല്ലിനടെല്ലാം കയറും. അമ്മയ്ക്ക് വേണ്ടേ? നരി വീട്ടോട്ട് കൊണ്ടായേക്കാം. അവിടെയുള്ളവർക്ക് ആ എന്നാ കൊടുത്തോ. അതാണ് നല്ലത്. പിന്നെ അവിടെ ആരും ഇരിക്കുന്നത്? കൂടുതൽ ആരെങ്കിലും പോരാതെ പോകാൻ പറ്റിയ. ജോമ കൊണ്ടേ ആക്ക്. ഇപ്പൊ ആരാ പോന്നെ? വിവാനം കൊണ്ട് വെക്കും. പിള്ളേര് പോന്നാ മതി. ആരും എന്നാ വിവാനെ കൂട്ടിക്കൊണ്ട് പോകും. അവരെല്ലാവരും കൂടി ഉണ്ടോ? ആ വിവാനുണ്ട്. വീട്ടിലിപ്പോ ആരും ഇല്ലായിരിക്കും. പോണില്ലെന്ന് പറഞ്ഞു വരാനാണ് കാര്യങ്ങളൊക്കെ. എല്ലാവരും 4 ആടും വേണ്ട. അതുകൊണ്ട് എന്നാ പോകണ്ട, ഇവിടെ കിടന്നു. എന്നാ പോകണ്ട, ഇവിടെ കിടന്നു. ഇവിടെയോ? ഓ വേണ്ട വേണ്ട. അയ്യാ ഒന്നും പറ്റിയല്ല. നമ്മൾ ചെയ്യാൻ നോക്കാം. വീട്ടിൽ ചെന്ന് ചെയ്തില്ല നമ്മുടെ കുടുംബം നന്നാവും. പിന്നെ വല്ലവരൊക്കെ വരുമ്പോഴാണേലും അവരെയൊക്കെ സ്വീകരിക്കണ്ടേ മനുഷ്യർ. അത് വേണം. അത് വേണം. സ്വീകരിക്കണം. അല്ല പറ്റിയല്ല. മനുഷ്യർ കൊടുക്കുന്നതല്ലേ. ആ അത് കൊടുക്കണം. അത് തിന്നുന്നുണ്ടോ? അവിടെ കൊണ്ട് വെച്ച് തിന്ന്. മേശപ്പുറത്ത് കൊണ്ട് വെച്ച് തിന്നാനേ. കയ്യിലിരിക്കുന്ന സാധനം. അങ്ങനെയില്ല. ഇനി വീട്ടിലേക്ക് പോവാ. വീട്ടിലോട്ട് അത് താഴെ പോകും. വീട്ടിൽ പോകണം. വീട്ടിൽ ചെന്നിട്ട് പണി ഇവിടെയുണ്ട്. ആ എന്നാ പണി? ഇവിടെ അവിടെയൊക്കെ ഇങ്ങനെ നേരം കളഞ്ഞ് പോയതാണ്. പറമ്പിലും കുടുംബത്തും കന്നുകാലിനെ ആടിനെ ഇതുങ്ങളെയൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോകണം. പറമ്പുള്ളതിലെ എല്ലാം കൊണ്ട് തിരിച്ചും കേട്ടും ചെയ്യും. ആരാ കൊണ്ടുപോണേ? ആരാ കൊണ്ടുപോണേ? പിള്ളേർ കൊണ്ടുപോകും. ഏത് പിള്ളേര്? അല്ല ഞാനവിടെയുണ്ട്. ഞാൻ കൊണ്ടുപോകും. ആ ഇപ്പം ഈ സന്ധ്യയായപ്പോഴാണ് പിള്ളേർ ഞാൻ കൊണ്ടുപോകുന്നത്. വേറെ ഉള്ളവർക്കൊട്ടും തോക്കൊണ്ടല്ല കാര്യമില്ല. അവനാൻ്റെ കുടുംബത്തിൽ ഈ സന്ധ്യയായപ്പോൾ ഏത് പിള്ളേർ കൊണ്ടുപോകാനാ? വെളുത്ത് കാണുന്നത്. എവിടെ? ഈ കല്ല് എവിടെ വെളുത്ത് കാണുന്നത്? ഇവിടെ ഇത് അതാ പ്ലാസ്റ്റിക് കിടക്കണം. പ്ലാസ്റ്റിക്. ആ അത് മെറ്റലിട്ടിരിക്കുന്നതിൻ്റെ പ്ലാസ്റ്റിക് കിടക്കണമല്ലേ? മെറ്റലിൻ്റെ അടിയിലിട്ടിരിക്കുന്നത് പടുത. പടുതായെന്നെ പടുത. ഇത് വീട്ടോട്ട് ഇച്ചിരി പോയാൽ പോരെ. ഞാൻ പോവാം. ആ ഇപ്പം ഇങ്ങോട്ടൊന്നും വരേണ്ട കാര്യമില്ല. ഇല്ലേ? ഇവിടുത്തെ ചടങ്ങുകളല്ലാണ്ട് നോർമലായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. നോർമലായിട്ടുള്ള കാര്യമുള്ളോ? അതിനൊക്കെ വന്നാൽ മതി. ആണോ? ഇവിടെ എന്നാ ചടങ്ങുണ്ടായിരുന്നേ? ഇവിടെ അതിനെന്നായിരുന്നു ചടങ്ങുണ്ടായിരുന്നേ? എന്നാ ഇവിടെ എന്നായിരുന്നു ചടങ്ങുണ്ടായിരുന്നേ? തിരക്കോ? ചടങ്ങ് ചടങ്ങ് ചടങ്ങോ? ആ ചടങ്ങൊന്നും വഴി ഉണ്ടല്ലോ. ആ എന്നാ അവരാ വരും. ആ ആര്?
അവരിവിടെ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവരൊന്നേ ആ ആരത്? ഇവിടെ ഉള്ളവർക്ക് വായിക്കാനും പാടാനും ചെല്ലാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏതൊക്കെ? ആ മനുഷ്യൻ ചുമ്മാ ഇരുന്നാൽ മതിയോ? ഇപ്പം അമ്മേനെ കണ്ടുമില്ല. അത് അവനെ ഒന്ന് വിളിക്കാൻ ഇങ്ങോട്ട് വരാൻ. ആരെ? അവരുടെ ആണുങ്ങളല്ലേ. എന്റെ മകളെ ഇനി വീട്ടിലോട്ട് പോകണമല്ലോ. അതിനെന്നാ ചെയ്യണേ? അമ്മ പോകണ്ട, അമ്മ പോകണ്ട. പിന്നെ ഈ സാധനങ്ങളൊക്കെ പെറുക്കി ആൾക്ക് കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? ഇതുകൊണ്ടോ ഇത് തുണിയാന്ന് നോക്കി എത്ര ദിവസമായതാന്നറിയാം. ഉണങ്ങി ഒന്ന് എടുത്തതാ. മടുത്ത് അലക്കിയും ഉണങ്ങിയും ഒക്കെ മടുത്ത് ഇനി മടക്കലാ. അത് ഇനി മടക്കി പാത്തുപോയി അവിടെ ഇട്ടോണ്ട് ചെയ്യാം. അമ്മ എവിടെ പോവാനാ? ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. ആരെ കൊണ്ടോണ്ട? ആരെ കൊണ്ടുപോയി ഞാൻ തന്നെ പോകും. എന്നാ പോക്കോ. അമ്മയ്ക്ക് ആഗ്രഹമാണ് അമ്മ പോകാൻ. ഞാൻ ഞാൻ ഇനി പറയണില്ല. വീടല്ല അതിന് മാത്രം വഴിയുണ്ട്. ഞാനേ ഒന്നും പറയണില്ല. ഇവാനെ കൊണ്ടോണോ? അവന് അതിനെ കൊണ്ടുപോകണല്ലോ. അവന് വരാനറിയാവുള്ളൂ. നീ കൊണ്ടോടാ. അവൻ പോണില്ല. അവന്റെ വീട് ഇതാണോ? അവൻ മനിയില്ലെന്ന്. ആ പോകാനുണ്ടോ? ഇല്ല. അവിടെ ഇരിക്കുന്നു. മറ്റുള്ളവരെയൊക്കെ പേടിയാ. ആണോ? ആരെ ആയിരിക്കും. ആരെ അമ്മ പേടിയുള്ളത്? പിന്നെ അമ്മ ചുമ്മാ അങ്ങ് പറയാതെ. പ്രായം ചെന്നവരെയൊക്കെ. പ്രായം ചെന്നവരെ പേടിയാണോ? പിന്നെ തൊട്ടാനെല്ലാം കുറ്റം പറയുമ്പോ അവർക്ക് പേടി. ഈ പ്രായം ചെന്നവർ തൊട്ടതിനൊക്കെ കുറ്റം പറയല്ലേ? പലഹാരല്ല, വിവീനായുടെ ഓരോ സാധനങ്ങളാണേ. എനിക്ക് അതാ വെച്ചിട്ട് ഇങ്ങോട്ട് വേണ്ട. ഇങ്ങോട്ട് വേണ്ട. എനിക്ക് ആവശ്യക്കാരുണ്ട്. ഉണ്ട്. അവരൊക്കെ വെച്ചേക്കളാ. എലിക്കുട്ടി, പ്രായം ചെന്നവരൊക്കെ തൊട്ടതിനൊക്കെ കുറ്റക്കാരാണോ? കുറ്റക്കാരോ? ആ, അത് വിട്ടുപോയി. കുറ്റക്കാരും കാണും, അല്ലാത്തവരും കാണും. എല്ലാം കൂട്ടരും ഉണ്ട്. എല്ലാ കൂട്ടരും ഉണ്ട്. ഇപ്പൊ എങ്ങോട്ടും പോക്കില്ലല്ലോ. എല്ലാം തീർത്തു. ഈശ വിളിക്കുന്നിടത്തോട്ട് പോവാ. എന്നിട്ടാണ് എപ്പോഴെപ്പോഴും ഞാൻ വീട്ടിൽ പോവാന്ന് പറയുന്നേ. ഞാൻ വീട്ടിൽ പോവാന്ന് പിന്നെ എപ്പോഴെപ്പോഴും പറയുന്നേ എന്തിനാ? ആര്? എലിക്കുട്ടി. ഞാൻ ആരോട് പറയാതെ. ആരോട് പിന്നെ കൂട്ടി കെട്ടിക്കോണം. പിന്നെ രാത്രി ആയില്ലേ? കന്നുകാലിനെ പുറത്ത് നിർത്താൻ പറ്റുമോ? ആ പുറത്തോട്ട് ഇത് രാത്രിയാവുക. 6 മണിയായി സമയം. ആണ്ടെ പിന്നെയാന്ന് മഴ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ സമയം ഒന്നും അറിയത്തില്ല. ഒന്നും വെട്ടിക്കൊടുക്കാനില്ല, ചെട്ടിക്കൊടുക്കാനില്ല. പിന്നെ ചുമ്മാ ചുമ്മാ നിന്ന് ഉടക്കാണല്ലോ. വീട്ടിലെ രോമം വീട്ടിലെ രോമോൻ പോയി. വീട്ടിലെ രോമാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. അവരെന്ന് പറഞ്ഞ നല്ല അറിവ് ബുദ്ധിയും കഴിവുള്ളൂ. ആർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യേ. ചില സമയത്ത് കുറ്റം പറയും, ചില സമയത്ത് പൊക്കി പറയും. ഇതിപ്പോ ഒക്കെ കൺഫ്യൂഷൻ ആവും കേട്ടോ എല്ലാവർക്കും. ആ, വീട്ടിലെ രോമാനാണേ നിക്കുന്നത്. കൊണ്ടോ അവനും വീട്ടിലും തലവനല്ലേ തലവൻ. ആ, തലവനെ പിടിച്ചോ. ഞാൻ പോയേക്കുവാ. പിന്നെ അവരൊക്കെ കുടുംബത്തിലെ തലവന്മാരാ. ഓരോരുത്തരും മൂപ്പതനുസരിച്ചും പ്രായം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നടത്തുന്നൊക്കെ അവരുടെ കയ്യിലാണ്. വന്ന് പെട്ടി കട്ടില് എല്ലാം വന്ന് 2 ദിവസം കഴിയുമ്പോൾ വന്ന് എല്ലാം കൊണ്ടുപോകണം. എല്ലാം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങോട്ടും കൊണ്ടുപോകും വേണ്ട. അലക്കും ഇരട്ടി കുറവും. മിച്ചറ് തിന്നാനേ പുറകെ കൈ പിടിച്ചിരിക്കുന്ന സാധനം, പിന്നെ കയ്യിരിക്കുന്ന സാധനമില്ല അതിന് അതുപോലെ കള്ളാസിനകത്ത് പൊരിച്ച് കൊണ്ടുപോകണം. അയ്യോ അതിനകത്ത് കൊണ്ടുപോകണേ, ഈ ഉറുമ്പ് കയറും. കുറച്ച് തിന്നാനാ കുറച്ച്. കുറച്ച് തിന്നോ. എൻ്റെ പിള്ളേരൊക്കെ കൊണ്ടുപോകണം. സൈക്കിളിൽ പിള്ളേർ സൈക്കിളിലൊക്കെ കറങ്ങാൻ പോണ. ഇങ്ങനെ കുറച്ച് തിന്നാൻ വലിയ ഇഷ്ടം. പിള്ളേർക്കല്ല വലിയവർക്കും തിന്നാം, പ്രായമായവർക്കും തിന്നാം. ഇതെല്ലാം കുറച്ച് തിന്നാത്തതാണ്. അതെ കുറച്ച് തിന്നണ്ടാന്നേ.
മധുരം ഇടാത്ത കൊണ്ട് തിന്നാൻ നല്ലതാ. മധുരം ഇട്ടാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ചൊവയും ഉം. തിരിച്ച മധുരവും. ഉം. ഉം. മധുരത്തെ കുറ്റം പറയുവാണോ? ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിലെ ഓട്ടന്നേ. പള്ളിയിൽ നിന്ന് ഉം. വരുവാ. ആ പള്ളിപ്പൂക്കാർ പോകണമായിരിക്കും. നല്ല വേണം. ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. ഇപ്പോൾ വൈകുന്നേരം കുർബാന ഇല്ലല്ലോ അല്ലേ? ഇപ്പോൾ വൈകുന്നേരം കുർബാന ഇല്ല. കുർബാന നിർത്തിക്കളഞ്ഞെന്ന്. അത് ആൾ കണക്കൊന്നുമില്ലാത്ത ഞാൻ ഓർക്കും ചെയ്തു. എന്നാ പറ്റിയായിരിക്കും. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും മറ്റും വീട്ടിലോട്ട് പോകാൻ പറ്റിയല്ല. ആരാ? പള്ളിയിൽ ഓരോ കാര്യങ്ങളുണ്ട് എന്നാ കാര്യം? നടത്താൻ. അത് അച്ഛനാ കപ്പേരൊക്കെ നടത്തിക്കോളും. കൈക്കാരന്മാർ, അച്ഛൻ കപ്പേര്, കൈക്കാരന്മാർ, കണക്കന്മാർ, പിന്നെ കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. അവർ നടത്തിക്കോളും. അച്ഛന്മാരെടുക്കുന്ന ജോലി വേറെ. ആ പിന്നെ എന്നാ മനുഷ്യർ തന്നെ എടുക്കുന്നത് വേറെ. ആ അങ്ങനെയാ. ആ അത് കൈക്കാരന്മാരൊക്കെ ഉണ്ടെന്നേ. അല്ലാതെ എടുക്കുന്നത് മറ്റുള്ളവരെ എടുക്കാൻ എന്താ പറ്റുമോ? അത് പറ്റിയല്ല. അതിന് കൈക്കാരന്മാരുണ്ട്, കണക്കന്മാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്. അതിന് കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. അവർ ചെയ്തോളൂ. ആരാ? കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടെന്ന്. കമ്മിറ്റിയേ കാരുണ്ടെന്ന്. തുടണ്ടേ? കമ്മിറ്റിക്കാരുണ്ടെന്നാ പറഞ്ഞേ. യോഗക്കാര്. അമ്മച്ചിമാര് തുടണ്ടേ? കമ്മിറ്റിക്കാരെ നടത്തിക്കോളൂന്നാ പറഞ്ഞേ. കമ്മിറ്റിക്കാര്. ആ അവര് നടത്തിക്കോളൂന്നാ പറഞ്ഞേ. അവരല്ലേ ഓരോ ഈ പള്ളിയുടെയൊക്കെ പോകണം കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ. അതെ അതെ. ഇതിനാ ഒരു പാട് മറുക പോലെയുണ്ട്. എന്നാണോ കറുത്തൊരു പാട്? കറുത്തൊരു പാടാ. എന്നാ നോക്കിയതാ. കറുത്ത പാടാ? വല്ലതും കയറിയിരുന്ന് കടിച്ചതായിരിക്കും. ഏയ് കടിച്ചാ അറിയാലേ. കടിച്ചാ വേദനടിക്കല്ലേ? കടിച്ചാ വേദനടിക്കല്ലേ? വീട്ടോട്ട് പോവാണോ? വീട്ടോട്ട് പോവാണോ? ഞാനോ? പോകാം. ഇവിടെ അധികം കാര്യമായിട്ടുള്ള പണിയില്ലല്ലോ. പണി മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ പണി മാത്രമേ ഉള്ളൂ. എനിക്ക് അത്യാവശ്യത്തിനുള്ളതൊക്കെ പങ്കാവും. ഇതെങ്ങനെയാ കൊണ്ടുപോകണം? ഏത്? അത് തിന്നിട്ട് പോകാം. അതെ തിന്നിട്ട് പോകാം. തിന്നാനിപ്പോ താമസം. വായിലോട്ട് അങ്ങിട്ട് ചോദിച്ചാ പോലെ. എല്ലാം തുണി വെക്കാവോ? പിന്നെ എന്ത് വേണേലും വെക്കാം. അല്ല സ്വർണ്ണോ പണോ ഒക്കെ വേണേ വെക്കാം. ആ അമ്മയ്ക്ക് വല്ലതും ഉണ്ടോ വെക്കാൻ? എനിക്ക് വേണ്ട. സ്വർണ്ണം പണം ഒന്നും വേണ്ടേ? എനിക്കൊന്നും വെക്കാനും ഇല്ല. അമ്മയ്ക്കൊന്നും വെക്കാൻ കാര്യല്ലേ? ഇന്നല്ല നാളെ പോകാനുള്ള ഞാൻ അതെ തിന്നെ ആണ്ടാവില്ല. ഇവിടെ എല്ലാം പൊഴിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ടേ. ഇവിടെ എല്ലാം പൊഴിഞ്ഞു വീണിട്ടുണ്ടെന്ന്. ഉറുമ്പ് കയറി ഒന്ന് കടിക്കുമെന്ന്. അതൊക്കെ തിന്നാൻ പെട്ടെന്ന്. ആ കൂടാ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. കടലയിലെ ഓടി നടക്കണം. ഇതെല്ലാം ഇട്ട് എല്ലാം കഴുകി ഉണങ്ങിയെങ്കിൽ സുഖ കിടക്കാൻ പറ്റും. ആണോ? അതൊക്കെ ഇതെല്ലാം വീണാട്ടാ. ഇതൊക്കെ ഉണങ്ങിയാൽ പോരെ. പിന്നെ ഒന്ന് ചൂട് പിടിപ്പിച്ചാൽ മതി. എല്ലാം ഒന്ന് ചൂട് പിടിപ്പിച്ചാൽ മതി. എല്ലാം ഒന്ന് ചൂട് പിടിപ്പിച്ചാൽ മതി. എന്നുവെച്ചും മടക്കി കെട്ടി പെട്ടിയുള്ളവർക്ക് അവരൊക്കെ പെട്ടിയുണ്ട്. പെട്ടിക്കകത്ത് പോയി അവർക്ക് അവര് ആവശ്യത്തിന് എടുത്തോളും. ഇതല്ലാണ്ട് വെതലാണ്. ഇത്രയും കൊടുക്കണ്ടായിരുന്നു. കുറച്ച് കൊടുത്താൽ പോരായിരുന്നു. വീട്ടിലുണ്ട്. അമ്മയൊക്കെ ഉണ്ടോ അങ്ങനെ?
അമ്മയൊക്കെ ഉണ്ടോ? ഇത്ര പേര് അതുപോലെ പോണോ? ബൈക്കിൽ കയറി പോണോ? ബൈക്കിൽ കയറി പോണോ? എന്നാ ബൈക്കേൽ കയറി പോണോന്ന് അമ്മയ്ക്ക് പോണോന്ന് ചോദിച്ചേ. ബൈക്കിൽ കയറുമോ? ഇരിക്കുന്ന 3-4 പേര്. ഏത് 3-4 പേര്? ഏത്? 1 2 3 4. ആരാ പേര് പറ? മൂത്തമാന്റെ പേര് കണ്ടു കഴിഞ്ഞെങ്കിൽ അവരെ കണ്ടു. അത് നോക്കണ്ടേ? ഇങ്ങോട്ട് നോക്കിയിട്ട് പറ ആരാന്ന്. പേര് പറ. ഷേപ്പിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ അതെ. പറ പറ പറ. ഒന്നും ചിരിക്കുക. അത് നോക്കി ചിരിക്കുക എലിക്കുട്ടീനെ. അവർക്ക് നല്ല സ്നേഹമുണ്ട്. അവർക്ക് നല്ല സ്നേഹമുണ്ട്. ആർക്കത്? വല്ലപ്പോഴൊന്ന് കണ്ടാലും എന്നാ സ്നേഹമാണെന്ന് പറയാൻ പറ്റും. ആ വല്ലപ്പോഴൊക്കെ കാണുന്നുണ്ടല്ലേ? വല്ലപ്പോഴും വല്ല വഴിക്കോ വല്ലയിടത്തും പോയിച്ചൊക്കെ പറ്റുമ്പോ വല്ലയിടത്തും വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്റെ സ്നേഹം അതങ്ങനെ എല്ലാവർക്കും ഉള്ളതാ. അടുത്ത് നിക്കണം. അടുത്ത് നിക്കണം എന്നാലേ സ്നേഹം ഉണ്ടോന്ന് അറിയാൻ പറ്റുള്ളൂ. വല്ലപ്പോഴും ഒന്നും കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അടുത്തുള്ളവരൊക്കെ ആദ്യം പിന്നെ വീട്ടിലോട്ട് പോകുമ്പോഴല്ലേ വഴി വെച്ച് കാണുന്ന കാര്യം എന്ന് പറയാം അല്ലേ? വഴി വെച്ചവരെ കാണുന്ന കാര്യം. വീട്ടിലോട്ട് പോണില്ലേടാ? കൊച്ചിനോട് വേണ്ടി ചോദിക്കണടാ. നീ പോണില്ലേ വീട്ടിലോട്ട്? കുറച്ച് കഴിഞ്ഞിട്ടേ പോണല്ലോന്ന്. ആ 12 മണിയാകുമ്പോ. 12 മണിയല്ല, ഇപ്പൊ സമയം 6 മണിയായി. ഭക്ഷണം കഴിക്കാറാകുമ്പോഴാ പോകും. ഭക്ഷണം കഴിക്കാറാകുമ്പോഴാ. അതുവരെ എന്നെ എടുക്കും ഇവിടെ. നീ എന്നാ പരിപാടി? ഇതൊന്നും തിന്നത്തില്ല. അത് കമത്തി കളയൂല. ഇങ്ങോട്ടാ അത് ആണ്ട് എവിടെ കിടക്കണം. അത് അങ്ങനെ കൊണ്ടുവന്ന് തിന്നുവാ. നമുക്ക് എന്തൊക്കെ തിന്നാ? തിന്നോ എല്ലാവർക്കും അവർ വല്ലതും പിള്ളേർക്കൊന്നും കൊടുക്കണ്ട. അതിനാ അമ്മ ഇനി കൊണ്ട് എല്ലാം കൊണ്ട കൊടുക്കാൻ. അമ്മയ്ക്ക് കൊണ്ട് തട്ടെ പിള്ളേര്. അമ്മയ്ക്ക് കൊണ്ട് പിള്ളേരൊക്കെ തരട്ടേന്ന്. അമ്മ ഇനി ആർക്കൊന്നും കൊണ്ട് കൊടുക്കാൻ പോകണ്ട. അത് പറഞ്ഞാൽ പറ്റിയില്ല. അമ്മയ്ക്ക് കൊടുക്കണമെന്നുണ്ട്. അമ്മയ്ക്ക് ആരും തരട്ടെ അല്ലേ? എനിക്ക് തരുവാണെങ്കിൽ ഞാൻ അവര് തരുമ്പോ അവർക്ക് കിട്ടുമ്പോൾ തരും. എന്നാലും അത് ഞാൻ എടുക്കും. അല്ലാത്തപ്പോ എനിക്ക് കിട്ടുമ്പോഴും പോലും ഞാൻ കൊടുക്കും. അത് ചെയ്യുന്നവര് അത് ഇപ്പഴും കൊടുക്കുവാ. ഇപ്പഴും അങ്ങ് കൊടുത്തേക്കുവാ. അങ്ങനെ കൊച്ചുങ്ങൾക്ക് വേണം കൊടുക്കാൻ. തിന്നെ പുറകോശത്ത് കൊണ്ട് വെക്കരുതെന്ന്. പുറകോശത്ത് കൊണ്ട് വെക്കണം. ഇതിനാ വീട്ടിലോട്ട് കൊണ്ടുപോവാ. വീട്ടിൽ കൊണ്ടുപോകാനൊന്നുമില്ല. അത് തീർന്നു. ശരി ഉള്ളു. ശരി ഉള്ളു. ശരി ഉള്ളു. ഏത് വീടിന്റെ കാര്യം പറഞ്ഞേ? ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാ. ഞങ്ങളുടെ വീടാ. സാബുമോന്റെ വീടാണോ ഉദ്ദേശിക്കുന്നേ? സാബുമോന്റെ വീടാണോ ഉദ്ദേശിക്കുന്നേ? അതിങ്ങനെയാ അവര് ഉദ്ദേശിക്കണം. പിന്നെ അതൊക്കെ ഇനിയല്ലേ ഉതിരക്കട്ടയാണോ? ഞാറുകുളം. അത് വീടായി വന്നല്ല. ഞാറുകുളം ഉതിരക്കട്ടയാണോ? വേണേ നമുക്ക് പോവാം. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. കുറച്ച് കഴിഞ്ഞിട്ടോ? അതാത്ത മഴയാണെങ്കിലോ പോകണ്ട. ഇപ്പൊ എന്നാത്ര പോകണം? ഇപ്പൊ എന്നാത്ര പിന്നെ പോകാതിരിക്കണം? ഞാൻ പോവാ. വീട്ടിലോട്ട് പോകാതെ വീട്ടിലോട്ട് പോയിട്ട് വേറെ പല കാര്യങ്ങളും നടത്താറുണ്ട്. ഞാൻ പോവാ. വീട്ടിലായാലും പുറത്തായാലും ഒക്കെ ഇത് വേറെ ആരും നടത്താനില്ല. ഉറുമ്പനെ കടിച്ചിട്ടും കൂടെ പോയി. അയ്യോ കേട്ടോ കുത്തി സാധനം. ഇത്രേ ഉള്ളു സാധനം. അല്ല അമ്മയ്ക്ക് വല്ല ചതച്ച് പരത്തുവേനെ. ഒറ്റ കടി കാലിനകത്ത്. ഇനിയിപ്പം അടുത്ത നാളില്ലെങ്കിൽ ഇങ്ങോട്ടും പോകണ്ട. അവൻ്റെ വീട് കണ്ട് കഴിഞ്ഞോണ്ടാ മതി. വന്ന കാര്യം കുത്തിയിട്ട് വേദന എടുക്കണല്ലോ. വീട്ടിലേക്ക് പോവുക. ഇവിടുത്തെ വീട്ടിലോട്ട് പോകും. ഇവിടുത്തെ വീടാ? പിന്നെ വല്ലവരും ഉണ്ടോ ഇല്ല നടത്തിയില്ല. ഇവിടെയോ? ആ വീട്ടിലുണ്ടോ ഇല്ല നമുക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ. അവിടെ ഉണ്ട്. ചേച്ചിയൊക്കെ ഉണ്ട്. പിള്ളേരും ഉണ്ട്. സാവിച്ചേട്ടായി ഒന്നോന്ന് അറിയത്തില്ല. വന്ന് കാണുമായിരിക്കും. 6 മണിയായില്ലേ? അമ്മയ്ക്ക് അവിടെ പോണോ? ആരോടെ? സാവിച്ചേട്ടായി വന്ന് കാണുമായിരിക്കും. സാബുമോൻ. അതിന് കെട്ടിയോളുണ്ട്. മക്കളും ഉണ്ട്. ഇന്ന് അവിടെ പോണോ? പോണോ ഇന്ന്? പോണോ?
ചേച്ചിക്ക് ജോലിക്ക് പോകാനുള്ളതാ. എന്നാ പിന്നെ കൊണ്ടുപോകണ്ട. അയ്യോ ചുട്ടൊക്കെ അടിച്ചിട്ട് ഇനി മുന്നോട്ട് പോയാൽ മതിയല്ലോ. ആ വീടാണോ ഇല്ലെന്ന് അറിയാമായിരുന്നു. ഇച്ചിരി കഴിയില്ല. ചുഴികളാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വല്ലതും ചെയ്യേണ്ടി വരും. ചക്ക രണ്ടും വെറുതെ കളയണം. ഇത് വെട്ടി പുഴുങ്ങാറായതല്ലേ. പുഴുങ്ങാറായതല്ലേ. ഏതാ ഇതാ? അത് പുഴുങ്ങാറായതാ. പുഴുങ്ങാറായിട്ടാണ്. ആ പുഴുങ്ങാറായെന്നേ. പുഴുങ്ങാറായതാ. പുഴുങ്ങാറായതാന്നേ. ആ പിന്നെ എന്നാ ആ അത് വെട്ടി വെച്ചിട്ടുണ്ട്. കളയാതെ ഈ അങ്ങനെ തൊട്ട് മോം അവിടെ കപ്പയോ നെല്ലാണ് എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടാകും. കപ്പയും ചേനയൊക്കെയാ. കപ്പ ചേന വാഴയൊക്കെയാ. കപ്പയും ചേനയും വാഴയൊക്കെയാന്നേ. കപ്പയല്ല വേറെ വേണ്ട കൃഷി ചെയ്ത് അങ്ങനെ കൂട്ടി ഇത്ര നേരമായിട്ട് നടത്താത്തോണ്ട് നോക്കി നിൽക്കുക. കൂട്ടി ഇറക്കാനാ സന്ധ്യയില്ലേ? ഇത് കണ്ടില്ലേ ഇരുട്ടിക്കില്ലേ? നീ എന്നാ പറിച്ച് കളയാൻ ഇരുട്ട്? ഈ ചക്ക പറിച്ച് കളഞ്ഞല്ല, പുഴുങ്ങാൻ പറിച്ചതാ. അത് മൂത്തില്ല പൂത്തോ? ആ മൂത്താ, പുഴുങ്ങാൻ പറിച്ചതാ കേട്ടോ. പൊളിച്ച് തുളയും 10 കുരിയും കൂടെ ഇട്ട് ഒഴിക്കാൻ നല്ലതാണ്. ആ ഉരുവടനത്തിന് അല്ലാതെ പുഴുങ്ങാലോ. ഇങ്ങോട്ടൊക്കെ വരവില്ല. ഇതേ കൂട് കഴുകിയതാ. ഇത് കൂടാ, ഇറച്ചി മേടിച്ചോണ്ട് വന്ന കൂടാ. അത് കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചിയില്ലേ? ഇതൊന്നും ഇവിടെ ഇതിന് ഇരിക്കട്ടെ. ഇറച്ചിയോ? വെള്ളം പോട്ടെ, എന്നിട്ട് വേണം അവർക്ക് വരുമ്പോൾ കൊടുത്തു വിടാനുള്ളതാ. ഹരിത കർമ്മസേനയ്ക്ക് കൊടുത്തുവിടാനുള്ള. ഞാനിനി എങ്ങനെയാ പോകണം? അമ്മയ്ക്ക് എവിടെയാ പോകണ്ടേ? എൻ്റെ വീട്ടിലോട്ട്. ഏതാ വീട് അറിയാവോ? കാണിച്ചു തരാവോ? അത് ഇവിടെയാണോ? അതങ്ങോട്ട് പോകണ്ട. ഇതാണോ? ഇതൊന്നും അല്ല. ആ എന്നാ പിന്നെ നോക്കണ്ട, ബാ കയറി പോയി. ഇതല്ല പള്ളിയിൽ പോകുന്ന ഒഴിക്കാം. വഴിയ. ഞാൻ ആ ചെരുപ്പെല്ലാം ഇനി ഞാൻ തേച്ച് കഴുകി തന്നാ കേട്ടോ. മുറ്റത്തിറക്കി ചെരുപ്പെല്ലാം ചെളി പറ്റിച്ചു. കുടുംബക്കാരുണ്ടോ? അവൻ തന്നെ ഇച്ചിരി വഴിയില്ല. ഈ മിച്ചർ തിന്ന് തീർക്കാറായില്ല. താലപ്പൊലി പോലെ പിടിച്ചോണ്ട് നടക്കുക. നോക്കിയേ എത്ര നേരമായിരുന്നു. വേണ്ടെങ്കിൽ എന്താ ഞാൻ മുഴുവൻ തിന്നേക്കാം. അവിടെ താഴെ വീണ് ചുറുമ്പെല്ലാം വന്ന് കടിക്കും. അവിടെ നമ്മൾ കയറിയാ മതി. കുടുംബക്കാരക്കാരോട് അങ്ങ് കയറിയാൽ മതി. പൈസ എല്ലാം കൊണ്ട് ഇവിടെ വാരി ഇട്ടിരിക്കണേ. എന്നെ കൊണ്ട വെച്ചാലും ഉണ്ട്. കുത്തി നോക്കും. മുട്ടക്കിട്ട് കുത്തി മുട്ടയെല്ലാം പൊട്ടിച്ചതാ. ആണോ? പിന്നെ അത് ഇന്ന താഴെ പോവും. നിങ്ങളെ കൊണ്ട് വിട്ടേക്കാവോ? എവിടെയാ നീ? വീട്ടിലോട്ട്. ഏത് വീട്ടിലാ? ഞങ്ങളുടെ വീട്ടിലോട്ട്. ഞങ്ങളുടെ വീട് ഏതാന്ന് പറ. ഞങ്ങളുടെ വീട് ഏതാ? ഞങ്ങളുടെ വീട് അറിയത്തില്ല. ഇല്ല, എനിക്കറിയാവുന്ന വീട് ഇതേ ഉള്ളൂ. എനിക്കറിയാവുന്ന വീട് ഇതേ ഉള്ളൂ. എനിക്കറിയാവുന്ന വീട് ഇതേ ഉള്ളെന്നാ പറഞ്ഞേ. നമ്മുടെ വീട് അറിയത്തില്ല. നമ്മുടെ വീട്ടിലാണ്. തറയ്ക്കാൻ വരാം. അവര് നിറമാറ്റം എവിടെ? വഴിയില് വഴിയിൽ നിന്ന് നിറമാറ്റമൊന്നുമില്ല, നമുക്ക് തോന്നണ. എല്ലാവർക്കും കളറുമാറ്റം. ഇരുട്ടായോണ്ട് തോന്നണ. അത് വഴിയുടെ ആകട്ടെ. ആ കറുപ്പ് കളറല്ലേ? വഴിയുടെ പൂപ്പല. പൂപ്പല? ആ ടാറിൻ്റെ കളർ പിന്നെ വെളുത്താണ് ഇരിക്കുന്നത്. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.